ഇന്നും നമ്മളെ കാടിൻ്റെ ഉള്ളിലേക്ക് നടക്കാൻ ഇറങ്ങാട്ടെ. എല്ലാ ദിവസവും മാനെ കാണാറുണ്ട്, ഇന്നും ചിലപ്പോൾ മാനെ കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ചെറുതായിട്ട് ചാറ്റൽ മഴ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ 30% പറഞ്ഞിട്ടുള്ളൂ. ആകെ നല്ല ഒരു മഴയുടെ ഒരു അന്തരീക്ഷമൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. രാവിലെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഉച്ച കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിൽ വരുന്നുണ്ട്. മരങ്ങളുടെ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കിളികളുടെ നല്ല സൗണ്ട് കേൾക്കണില്ലേ? മാന എന്നെ എല്ലാ ദിവസം കണ്ടുകൊണ്ട് ഞാൻ വീഡിയോ എല്ലാ ദിവസം കാണുമ്പോൾ വീഡിയോ പിടിക്കും. പല മാനും കുട്ടങ്ങളുണ്ട്. കിളികൾ എന്ത് സൗണ്ട് ഉണ്ടായിരുന്നു. എല്ലാ മരങ്ങളുമേ ഇലകളൊക്കെ അന്ന് ഫുള്ളായിട്ട് ഇലകൾ വന്നിട്ടില്ല, ചെറിയ ചെറിയ ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നല്ല കിളുന്ത ഇലകളുണ്ടല്ലോ, ആ ഇലകൾ. അതുകൊണ്ട് തന്നെ ഇലയുടെ കളറിനൊക്കെ നല്ല ഒരു തത്തമ്മ പച്ച എന്ന് പറയില്ലേ നമ്മുടെ നാട്ടിലൊക്കെ. നല്ല കാറ്റിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ എന്ത് രസം എന്നറിയാം കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ശരിക്കും പിക്ചറിലൊക്കെ കാണുന്ന പോലെ ഈ ഇലയുടെ കളറൊക്കെ മാറുമ്പോഴുണ്ടല്ലോ, പാളാവണ സമയത്തൊക്കെ നല്ല ഭംഗിയാണ്. ഫുള്ള് ഇലയുടെ കളറ് നല്ല മഞ്ഞയും ചുവപ്പൊക്കെ ആയിട്ടിരിക്കും. ഇപ്പോഴായിരുന്നാലും കാണാൻ വേണ്ടിയിട്ട് വേറൊരു പ്രത്യേക ഒരു ഭംഗി. വന്നിട്ട് മഴയിൽ പെട്ട് നല്ല മഴ. ഞാൻ വണ്ടിയിലേക്ക് പോണേ. മഴ സൗണ്ട് കേൾക്കണില്ലേ? അത്യാവശ്യം നല്ല മഴ ഇത്. രാവിലെ തന്നെ മഴയത്ത് വിളിച്ചു. ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പൊ ഞാൻ വണ്ടിയിൽ വന്ന് കയറി. ഇപ്പൊ നല്ല മഴയായിട്ട്, പക്ഷെ 1 മണിക്കൂറാ മഴ പറഞ്ഞിട്ടുള്ളൂ.
വലിയ മഴ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ചെറിയൊരു ചാറ്റൽ മഴ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത്യാവശ്യം നന്നായിട്ട് പെയ്യുന്നുണ്ട്. മഴയായതുകൊണ്ട് തന്നെ ഇവിടെ ആരും ഇല്ല. മഴ നന്നായിട്ട് മുറുകി പെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ പൊതിച്ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഒരു അച്ചാർ നമുക്ക് റെഡിയാക്കാം. പിന്നെ ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കണ ഒരു വെളുത്തുള്ളി അച്ചാറായിട്ട് നമ്മൾ ഫസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ കായത്തിൻ്റെ പൊടിയായിട്ടാണ് ചേർക്കുന്നത്. ഉലുവ നമുക്കൊന്ന് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഉലുവ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ പാൻ വെച്ചേക്കണേ. അപ്പോൾ നമ്മുടെ പാനിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർക്കാം. ഉലുവ എപ്പോഴും ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണമായിരിക്കുമല്ലോ. കായായിരുന്നാലും അങ്ങനെ തന്നെ കട്ട നമ്മൾ എണ്ണയിലിട്ട് വറുത്തിട്ട് പൊടിച്ചിട്ട് എടുക്കുന്നതാണ് ടേസ്റ്റ്. ഇന്നിപ്പോൾ ഞാൻ കായം എൻ്റെ അടുത്ത് കട്ടയായിട്ടില്ല, അപ്പോൾ ഞാൻ പൊടിയായിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉലുവ നല്ല ചുമന്ന കളറായിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്യട്ടെ. ഉലുവ നന്നായിട്ട് ചൂടായിട്ടൊന്ന് പൊട്ടണോട്ടെ. ഞാൻ നോക്കിയേ, ഇപ്പോൾ നമ്മുടെ ഉലുവ നല്ലൊരു ചുമന്ന കളറായിട്ടുണ്ട്. ഇങ്ങനെ വരണോട്ടെ, അപ്പോഴാണ് ശരിക്കും ആ ഉലുവയുടെ ശരിക്കുള്ള സ്മെല്ല് കിട്ടുക. ഉലുവ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഇങ്ങനെ പൊട്ടണ സൗണ്ട് കേട്ടില്ലേ, അങ്ങനെ പൊട്ടുകയും ചെയ്യും. നമ്മുടെ ഉലുവ പൊടിച്ചത് റെഡി ആയിട്ടുണ്ട്. ചൂടാക്കിയിട്ടാണ് പൊടിക്കുമ്പോൾ നല്ല മണാതിന്. ശരിക്കും നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ശരിക്കും അച്ചാർ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയിൽ ഉണ്ടാക്കുക. എൻ്റെ അടുത്ത് നല്ലെണ്ണ തീർന്നിരിക്കട്ടെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ കടുക് പൊട്ടിക്കട്ടെ. പിന്നെ വറ്റൽമുളക് ഇടുക, ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടിടുക. പൊടിച്ചിട്ടല്ല, ഇങ്ങനെ ചെറിയ പീസായിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്, സാധാരണ നമ്മൾ അച്ചാറൊന്നും ഉണ്ടാക്കുമ്പോൾ നമ്മൾ സവോള ചേർക്കാറില്ല. കാരണം സവോള ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടുവരും. ഇത് നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ ഫ്രിഡ്ജിൽ ഇട്ട് വെച്ചാൽ മതി. പിന്നെ ഇത് നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നാളത്തേക്ക് ഞാൻ സ്റ്റോർ ചെയ്ത് അങ്ങനെ 4-5 മാസത്തേക്കൊന്നും സ്റ്റോർ ചെയ്ത് വെക്കില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയൊരു സവോളയുടെ പകുതി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചി, അത് നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, അത് നമ്മൾ വെളുത്തുള്ളി അച്ചാറിന് ഇടുന്നത്. വെളുത്തുള്ളി മുളകത്തേപ്പാടി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വലുതായിട്ടുള്ള പീസുകൾ ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ട് ഞാൻ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില. ഞാൻ നോക്കിയേ, നമ്മുടെ സവോളയും പിന്നെ വെളുത്തുള്ളിയും ഇതെല്ലാനും നന്നായിട്ടൊന്ന് വഴന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ പോലെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഫസ്റ്റ് ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതൊക്കെ ഇപ്പോൾ കറക്റ്റ് ഇത്രയ്ക്ക് ആവുന്നൊന്നുമില്ല, ഒരുപാട് ചേർക്കണ്ട. അതേപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർക്കണം. അതിപ്പോൾ നിങ്ങൾ എടുക്കണ മുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് ചേർക്കാം. ചറയ്ക്കാകുമ്പോൾ ഇച്ചിരി എരിവ് വേണമല്ലോ. അപ്പോൾ നമ്മുടെ മുളക് പൊടി ആയിരുന്നാലും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്തത് നമ്മൾ അച്ചാറിലേക്ക് നമുക്ക് വെളുത്തുള്ളി വേണമല്ലോ, അപ്പോൾ വെളുത്തുള്ളി ചേർക്കാണ്. അതിപ്പോൾ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഒരു 1.5 പിടി വെളുത്തുള്ളി ഉണ്ട്. സാധാരണ അച്ചാറിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് വിനീഗറല്ലേ ചേർക്കാറുള്ളത്. ഇത് ഞാനിപ്പോൾ വിനീഗറിന് പകരം ഞാനിവിടെ, നമുക്ക് അച്ചാറിനോട് പുളി വേണമല്ലോ, അപ്പോൾ ഞാനിവിടെ വാളംപുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അതാണ് ചേർക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. വിനീഗറിനേക്കാൾ എപ്പോഴും നല്ലത് വാളംപുളി ആണല്ലോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ അടുത്തതിലേക്ക് ചെറുതായിട്ടൊരു മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട്. ഞാൻ അടുത്തത് നമ്മൾ ചേർക്കുന്നത് ഉലുവ പൊടിച്ചതാണ് ചേർക്കുന്നത്. ഫസ്റ്റ് നിങ്ങൾ കുറച്ച് ചേർക്കുക, അത് കഴിഞ്ഞിട്ട് ഉലുവ പിന്നെ ഒരുപാട് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൈപ്പരസം വരും. അപ്പോൾ ഫസ്റ്റ് കുറച്ച് ചേർക്കുക, അത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഞാൻ ആ പൊടിച്ചതിൻ്റെ പകുതിയെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ കായം ചേർക്കുക. കായമായിരുന്നാലും ഫസ്റ്റ് കുറച്ച് ചേർക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടേസ്റ്റ് നോക്കുക. ചിലവർക്ക് ചിലപ്പോൾ കായത്തിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമായിരിക്കും, ചിലവർക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് ചേർക്കുക. അച്ചാറൊക്കെ ആകുമ്പോൾ ഒന്നിനും അങ്ങനെ കൃത്യം അളവൊന്നുമില്ല. എല്ലാവരും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ ഞാൻ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കുക. അച്ചാറ് എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും.
ഞാൻ ഇനിയിപ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. കാരണം നമ്മുടെ ഈ വെളുത്തുള്ളിയെ ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് വരട്ടെ. ഇനി അടുത്തത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു മെഴുക്കുവരട്ടിയായിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മെഴുക്കുവരട്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബീൻസ് എടുത്തിട്ടുണ്ട്, ഇതേപോലെ കുറച്ച് ഇങ്ങനെ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു മെഴുക്കുവരട്ടിയായിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മെഴുക്കുവരട്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2 സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബീൻസ് എടുത്തിട്ടുണ്ട്, ഇതേപോലെ കുറച്ച് ഇങ്ങനെ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിലടിക്കാനായിട്ടോ പോണത്. ഇനി അടുത്തത് ചേർക്കുന്നത് ഇതിനെ ലൈമ ബീൻസ് എന്നായിട്ട് പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഒരു ഊണിൻ്റെ ഒരു വ്ളോഗായിട്ട് ചെയ്തപ്പോൾ ഞാൻ അതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് ഫ്രോസൺ ആയിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുക. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ കടയിൽ കാണുമ്പോൾ കാണാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങണം കേട്ടോ. ഇത് വെറുതെ തോരൻ പോലെ വെച്ചാൽ നല്ല രുചിയുണ്ട് ഇത്. അപ്പോൾ ഇതും കൂടിയിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഫ്രഷ് ആട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വെറുതെ നമ്മളിപ്പോൾ തോരനൊക്കെ അല്ലെങ്കിൽ വെറുതെ ഉലർത്തിയൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് വലിയ വേവൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിലടിക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ അച്ചാറ് ഇപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ആ വെളുത്തുള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം, അത്രയ്ക്ക് സമയം മൂടി വയ്ക്കുക. തീ ഒരുപാട് കൂട്ടി വെക്കേണ്ട, അപ്പോൾ അത് ഭയങ്കര തിക്കായിട്ട് വരും. നമുക്ക് ഇങ്ങനെ അച്ചാറ് ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു ചാറിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് എല്ലാവർക്കും ചാറുള്ള അച്ചാറിൻ്റെ കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് ഒരു ഇച്ചിരി വിനീഗറും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ശരിക്കും അച്ചാറെന്ന് പറയുമ്പോൾ വിനീഗറിൻ്റെ ഒരു ടേസ്റ്റ് കൂടിയിട്ട് വരുമ്പോഴാണ് ശരിക്കും അച്ചാറിൻ്റെ ശരിക്കുള്ള ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. വിനീഗർ ചേർത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ വാളംപുളിയുടെ പുളി ഉണ്ട് നന്നായിട്ട്. ഞാൻ ഒരു ഇച്ചിരി വിനീഗറും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി അച്ചാറ് റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ ശരിക്കും. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളി അച്ചാറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചുമ്മാ പറയുന്നതല്ല കേട്ടോ, ശരിക്കും നല്ല രുചിയാണ്. ഇനി അടുത്തത് മോരൊഴിച്ച് നമ്മൾ പൈനാപ്പിൾ കറി വെക്കില്ലേ, ആ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പൊതിച്ചോറാകുമ്പോൾ നമുക്ക് അങ്ങനെ ചാറുള്ളത് അങ്ങനെ വെക്കുന്നത് അത്രയ്ക്ക് നല്ലതല്ലല്ലോ. അന്നേരം നമ്മൾ തിക്കായിട്ടുള്ള ഒരുപാട് അങ്ങനെ ചാറില്ലാണ്ടുള്ള ഒരു കറിയായിട്ടാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഫസ്റ്റ് തേങ്ങയും ജീരകവും കൂടിയിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കണം. അപ്പോൾ അതാ ഒരുപാട് തേങ്ങ വേണ്ടത്, ഇത്രയ്ക്ക് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ജീരകം. നമ്മുടെ ബീൻസ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് എന്തായാലും നോക്കട്ടെ. ബീൻസ് നമുക്ക് ഒട്ടും അങ്ങനെ വെന്ത് ഉടഞ്ഞു പോകാണ്ട് നല്ല കറക്റ്റ് ഭാഗത്തിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്തത് നമ്മുടെ മോരുകറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. തേങ്ങയൊക്കെ ഞാനവിടെ അരച്ച് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. തീയാണോട്ടെ. തേങ്ങ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ടില്ല, ഒരു തരിതരിപ്പായിട്ടാണ് അരച്ച് വെച്ചത്. നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കേ, ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതെ, കട്ടയായിട്ടിടുമ്പോഴേ വെളിച്ചെണ്ണ ചിലപ്പോൾ കുറച്ച് കൂടും, അത് എടുത്ത് മാറ്റിയതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് കടുക് പൊട്ടിക്കാണ്. രണ്ടാമത് വേറെ നമ്മൾ ഇതിനകത്ത് താളിച്ച് ഒഴിക്കണില്ല, ഞാൻ ഇപ്പം തന്നെ കടുക് പൊട്ടിക്കണം. പിന്നെ അതേപോലെ തന്നെ ഒരു 2 നുള്ള ഉലുവയും ചേർത്തിട്ടുണ്ട്. ഇത് തേങ്ങ അരക്കാണ്ടും ഈ കറി റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഞാൻ മിക്കപ്പോഴും തേങ്ങ അരക്കാണ്ടാണ് വെക്കാറുള്ളത്. ഇപ്രാവശ്യം തേങ്ങ അരച്ച് വെക്കാൻ വെച്ചു. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ സവോള. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാണല്ലോ. അപ്പോൾ ഈ സവാളയ്ക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. കളകറി ആകുമ്പോൾ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർത്താൽ കുറച്ച് നല്ലൊരു കളർ ഉണ്ടാവുക. ഇത് മഞ്ഞൾ ഒരുപാടല്ല കേട്ടോ, ഇതിപ്പോൾ കുറേശ്ശെ വീടിനുണ്ടെങ്കിലും കുറേ പൊരിയുന്നുണ്ട് കയറിയിട്ട. ഞാൻ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞോട്ടെ, അപ്പോൾ മഞ്ഞളിൻ്റെ ആ പച്ച കുത്തുണ്ടല്ലോ അതുണ്ടാവില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ പൈനാപ്പിൾ ചേർക്കാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ തേങ്ങ നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ, അരപ്പ് ചേർക്കാണ്. ഇതിപ്പോൾ തേങ്ങ അരക്കാണ്ടാണ് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് നല്ല കട്ടിത്തൈര് ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങ അരച്ചിട്ടുണ്ടെങ്കിൽ നല്ല രുചിയുണ്ടാവും. അപ്പോൾ ഇത് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ വെന്ത് ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ കുറച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്.
ഇനി അടുത്തത് നിങ്ങളുടെ അടുത്ത് ഉഴുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉഴുന്ന് ചേർക്കുക. ഇത് ഞാനിവിടെ ഉഴുന്നിന് പകരമായിട്ട് ഇത് ഞാൻ കുറച്ച് ദാല് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കടയിൽ നിന്ന് ഇതേപോലെ മിക്സഡ് ദാൽ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അത് നമ്മൾ കറി വയ്ക്കാൻ എടുക്കുന്ന എല്ലാ തരത്തിലുള്ള ദാലുകളുണ്ട്. ചുമന്നതുണ്ട്, ചുമന്ന പരിപ്പുണ്ടല്ലോ അതുണ്ട്, അതൊക്കെയാണ് മസൂർ ദാലാന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ സാധാരണ പരിപ്പുണ്ട്, പിന്നെ നമ്മുടെ ഉഴുന്ന് തൊണ്ട് കളയാത്തതുണ്ട്, പിന്നെ ചെറുപയറുണ്ട്, അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ളതാട്ടോ. അപ്പോൾ അത് നമ്മൾ ചേർക്കണം. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തേക്കുന്ന എരിവിന് വേണ്ടിയിട്ട് ക്രഷ് ചെയ്തേക്കുന്ന ഉണക്കമുളകും ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് എരിവിന് ഞാൻ കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുള്ളൂ. ഇനി എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ക്രഷ് ചെയ്തേക്കുന്ന ഉണക്കമുളകും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബീട്രൂട്ട് ചേർക്കണം. ഞാനിവിടെ 2 വലിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തേങ്ങ, നമ്മുടെ പൈനാപ്പിൾ എന്തായിന്നോട്ടെ. നമ്മുടെ പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. ഞാൻ തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യട്ടെ. ഇതിലേക്ക് ഞാൻ തൈര് ചേർക്കാണ്. അപ്പോൾ ഈ കറി ഞാൻ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു പോണിയിലേക്ക് മാറ്റാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് തൈര് ചേർക്കണേ. നല്ല കട്ട തൈര് ചേർക്കാണ്. ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. പൈനാപ്പിളിന് നല്ല മധുരമുണ്ട്, കറിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല എരിവുണ്ട്. എല്ലാം കൂടി ആകുമ്പോൾ നല്ല രുചി. ഇനി അടുത്തത് നമ്മുടെ ബീട്രൂട്ട് തോരൻ എന്തായിരുന്നോട്ടെ. അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ പോലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്യട്ടെ. ഇതൊക്കെ റെഡി ആയി കഴിഞ്ഞ വഴിക്കാൻ വേണ്ടി നമ്മൾ മൂടി വയ്ക്കരുത് കേട്ടോ. മൂടി വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഇതിനൊരു വാട്ടർ ടേസ്റ്റ് വരും. ഇതിനകത്ത് ഈ സ്റ്റീം ഇരുന്നിട്ടേ ആവി വെള്ളം ഇതിനകത്തേക്ക് തന്നെ വീഴും. അപ്പോൾ എന്ത് സാധനം ഇങ്ങനെ നമ്മൾ റെഡി ആയി കഴിഞ്ഞാലേ മൂടി വയ്ക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് തുറന്നിട്ട് മൂടി വയ്ക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് കിട്ടില്ല നമുക്ക്. ഇടുമ്പോൾ ഒരു സൗണ്ട് കേൾക്കണില്ലേ, ആ പയറിൻ്റെ സൗണ്ട് കേട്ടാ. അത് നന്നായിട്ട് മൊരിച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഞാൻ അടുത്തത് നമ്മുടെ മെഴുക്ക് വരട്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ ഇതിലേക്ക് സവോളയും പിന്നെ വെളുത്തുള്ളി ചതച്ചത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ചേർക്കാം. എരിവിന് വേണ്ടിയിട്ട് നമുക്ക് മുളക് പൊടി ചേർക്കാം. ശരിക്കും മെഴുക്ക് വരട്ടിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുമ്പോഴായിരിക്കും. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കുകയാണ്. നമ്മുടെ പൊതിച്ചോറിലേക്ക് നമുക്ക് ഒരു മീൻ വറുത്തതും കൂടിയിട്ട് വേണ്ടേ. അപ്പോൾ നമ്മുടെ മലയാളികളുടെ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടമുള്ള മത്തിയിട്ട വറുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ ചാള ഒഴിച്ചിട്ട് വറുത്ത് കോരിയിട്ട് എടുക്കുന്നതിനേക്കാൾ എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവും മത്തിക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ. പ്രത്യേകിച്ച് നല്ല നെയ്യുള്ള മത്തിയാകുമ്പോൾ. ഇത് നല്ല നെയ്യുള്ള മത്തിയാണിത്. സാധാരണ ഞാൻ ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ പൊളിച്ചിട്ട് എടുക്കും. അപ്പോൾ അതിൻ്റെ വെളിച്ചെണ്ണയും കൂടിയിട്ട് നമുക്ക് ചോറിൽ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കൊള്ളത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തത് നമ്മൾ മുട്ട ഓംലേറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. തേങ്ങയും കൂടിയിട്ട് ചേർക്കണുണ്ട് കേട്ടോ. ഒരു ഇച്ചിരി വെള്ളം കൂടി ചേർക്കണുണ്ട്. നമ്മുടെ മെഴുക്ക് വരട്ടിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മൾ മുട്ട ഓംലേറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഓംലേറ്റ് ഉണ്ടാക്കാൻ പോണതിന് മുമ്പ് ഞാൻ കൊണ്ടാട്ടം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. കൊണ്ടാട്ടം നമ്മുടെ പൊതിച്ചോറിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടാട്ടം പിന്നെ പൊതിച്ചോറിൻ്റെ കൂടെ അല്ല, എങ്ങനെ ചോറിൻ്റെ കൂടെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മുടെ കൊണ്ടാട്ടം മുളകൊന്ന് മരിഞ്ഞ് വരട്ടെ. ഈ കൊണ്ടാട്ടം മുളക് ഞാൻ സാധാരണ ഇവിടെ വീട്ടിൽ വറുത്ത് വയ്ക്കില്ല. കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങൾ എല്ലാവരും വീടുകളിലും അങ്ങനെയായിരിക്കും.
ഇത് വറുത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറിനുണ്ടെങ്കിലേ കുറേ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും. അപ്പോൾ നമ്മുടെ കൊണ്ടാട്ട മുളക് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് മാറ്റാട്ടോ നമ്മൾ. ഇനി നമുക്ക് ഈ ഓയിലിൽ തന്നെ, ഈ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് മുട്ട ഓംപ്ലേറ്റ് നമുക്ക് റെഡി ആക്കാം. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഇത് തേങ്ങ ചേർത്തേക്കണത് കൊണ്ട് കേട്ടോ ഞാൻ നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കണം. അല്ലെങ്കിൽ ഞാൻ ഓംലേറ്റ് അങ്ങനെ കുറേ നേരം ഇട്ടിട്ട് അങ്ങനെ വെക്കാറില്ല. പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയല്ലേ പതിവ്. പൊതിച്ചോറ് കെട്ടാൻ വേണ്ടിയിട്ട് പോട്ടെ. ഇവിടെ ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ മറ്റേ തുമ്പല അത് നമുക്ക് അങ്ങനെ കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ള ഇലയ്ക്ക് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പൊതിച്ചോറ് നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ന്യൂസ് പേപ്പർ വയ്ക്കാം. പിന്നെ നമ്മൾ വയ്ക്കുന്നത് അലുമിനിയം ഫോയിലാട്ടോ വയ്ക്കുന്നത്. അതിൻ്റെ മുകളിലാണ് ഞാൻ വാഴല വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വാഴല വെച്ച് അതിൻ്റെ അടിയിൽ അലുമിനിയം ഫോയിൽ വെച്ച് പിന്നെ വാഴല വെച്ചിട്ടുണ്ട്. വാഴല നമുക്കിവിടെ ഇതേപോലത്തെ ഇങ്ങനത്തെ പീസായിട്ട് കിട്ടുള്ളൂ. മറ്റേ നമ്മുടെ മറ്റേ തുമ്പല ഉണ്ടല്ലോ, ആ ഇലയായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അടിയിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ചത്. അപ്പോൾ ഈ നമ്മുടെ ഇലയിൽ നമ്മുടെ ചോറ് പൊതിയാൻ വേണ്ടിയിട്ട് പോകട്ടെ. ഫസ്റ്റ് നമ്മുടെ ചോറ് ഇട്ടേ. പിന്നെ നമ്മുടെ മെഴുക്ക് വരട്ടി, നമ്മുടെ പൈനാപ്പിളും പിന്നെ മോരും കൂടിയിട്ട് റെഡിയാക്കിയത്. അത് ഞാനിങ്ങനെ തിക്കായിട്ട് എടുത്തേക്കുന്നത്. പിന്നെ ഇലയിൽ വയ്ക്കുമ്പോൾ എല്ലായിടത്തേക്കും അതാവുമല്ലോ. കുറച്ചുകൂടെ വയ്ക്കട്ടെ. പിന്നെ അടുത്തത് നമ്മുടെ മുട്ട ഓംലേറ്റ്. എനിക്കാണ് നമ്മുടെ പൊതിച്ചോറിൽ എല്ലാവരുടെയും ഏറ്റവും ഫേവറേറ്റാന്ന് തോന്നുന്നു മുട്ട. കാരണം വാട്ടിയ വാഴലയിൽ ആ മുട്ട ഓംലേറ്റ് അങ്ങോട്ട് വെച്ചിട്ടാണ്ട് തുറക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു മണ്ണാണല്ലോ. ഈ തേങ്ങ കിട്ടി മുരിഞ്ഞ് വരുമ്പോൾ പിന്നെ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ നല്ല നെയ്യുള്ള മത്തി പൊള്ളിച്ചതായിട്ടത് എവിടെ ഇരിക്കട്ടെ, സൈഡിലിരിക്കട്ടെ. ആ മത്തി പൊള്ളിച്ചതിൻ്റെ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ട് ഞാൻ ഇതിൻ്റെ ചോറിൻ്റെ സൈഡിൽ ഒഴിച്ച് കൊടുക്കുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അത് നമ്മൾ കരിച്ച് വെച്ചെടുത്തേക്കണ വെളിച്ചെണ്ണ അല്ല കേട്ടോ അത്. പിന്നെ അടുത്തത് നമ്മുടെ കൊണ്ടാട്ടം നമുക്കിവിടെ സൈഡിൽ വയ്ക്കാം. ഇനി വയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു സാധനം കൂടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ കടുമാങ്ങ ഇവിടെ ഇരിക്കട്ടെ. അയ്യോ ഓടിപ്പോണ്. കടുമാങ്ങയുടെ ഇച്ചിരി ചാറും കൂടിയിട്ട് ഒഴിക്കുന്നുണ്ട്. കടുമാങ്ങ അവിടെ സൈഡിലായി പോയി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇനി ലാസ്റ്റ് ഞാൻ ഒരു നുള്ള ഉപ്പും കൂടിയിട്ട് ഇടുന്നുണ്ട്. എനിക്ക് ചോറിൽ ഇപ്പോഴും ഉപ്പിട്ട് കഴിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊതിച്ചോറിലേക്കുള്ളതെല്ലാവരും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പൊതിയാൻ വേണ്ടിയിട്ട് പോകട്ടെ. ഓക്കെ, ഇങ്ങനെ പൊതിയുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഈ ഫോയിൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ ചൂട് ഒന്ന് നിൽക്കുകയും ചെയ്യും. പിന്നെ വാഴര ഇപ്പം എങ്ങാനും പൊട്ടിപ്പോവുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒട്ടും ലീക്ക് ആവുകയും ചെയ്യില്ല. നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് എവിടെയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോവുകയും ചെയ്യാം. ഇന്ന് ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. രാവിലെ ഞാൻ ഓടാൻ പോയപ്പോൾ മഴ പെയ്തിട്ട് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നോക്കിക്കേ, നല്ല പേരും മഴയാണ് പെയ്യണത്. ചില സമയത്ത് നന്നായിട്ട് ഇടിയും വെട്ടുന്നുണ്ട്. എന്ത് മഴയെന്നറിയാം. മഴ പെയ്യുമ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാട്ടോ. കാരണം നിറച്ചും മരങ്ങളിങ്ങനെ നിൽക്കുമ്പോഴേ മഴ പെയ്യുമ്പോൾ നല്ല രസമുണ്ട്. നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ട്. ഇടി മിന്നുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഇടി വെട്ടും. എനിക്ക് ഇടി വെട്ടുന്നത് ഭയങ്കര പേടിയാണ്.
നന്നായിട്ട് മുറുകിട്ടോ. എന്ത് മഴയാ. നല്ല ഇടി വെട്ടുന്നുണ്ടല്ലോ, നല്ല ഇടി വെട്ടുന്നുണ്ട്, ഇടിവാളും പിന്നുന്നുണ്ട്. നീന സ്കൂളിലാട്ടോ. അപ്പം നീനയുടെ മെസ്സേജ് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആസ്പിന് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട്. കാരണം ആസ്പിന് ഇടി വെട്ടുന്നത് ഭയങ്കര പേടിയായിരുന്നോ. അപ്പോഴേക്കും നീയും അലീനയുടെയും അവിടെ മഴ വീണില്ല. അപ്പോഴേക്കും അവർ ചോദിച്ചു എന്ത് പറ്റി, ആസ്പിന് എന്താന്ന്. അപ്പോൾ പറയുന്നത് ഭയങ്കര ഇടി വെട്ടാന്ന്. അപ്പം നീയും അലീന എല്ലാവരും വേഗം മെസ്സേജുകൾ ഇട്ടുകൊണ്ടിരിക്കുക. ആസ്പിനെ വേഗം നോക്ക്, ആസ്പിനെ അടുത്ത് കൊണ്ടുവന്ന് ഇരുത്തുന്നൊക്കെ പറഞ്ഞിട്ട് 3 പേരുടെ മെസ്സേജുകൾ ഫോണിൽ കുറേ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ആസ്പിനെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അവർക്ക് 3 പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആസ്പിനെ. അലീന എപ്പോഴും ആസ്പിനെ അപ്പി എന്നുള്ള വിളിക്കുക. അപ്പം അലീന പറയാം അയ്യോ മൈ പൂവർ അപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവൾ. ഇത്രയ്ക്ക് മഴ നമ്മളൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്ന് പക്ഷെ നല്ല മഴയും ഭയങ്കര തണ്ടസ്റ്റോമാണ്. ഈ മരത്തുമ്മയ്ക്ക് നിറച്ചും വെള്ളപ്പൂണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല മഴയും കാറ്റും പെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ജനലിൻ്റെ ഗ്ലാസ്സുമ്മയ്ക്കൊക്കെ നിറച്ചും വെള്ളം വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പൊതി ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 3 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ പൊതിയിൽ നമ്മൾ കെട്ടി വെച്ചാൽ മാത്രം കുറച്ച് നേരം ഇരുന്നാൽ മാത്രമല്ലേ നമ്മുടെ ആ വാഴലയുടെ ഒരു മണവും ആ ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം.
ഇത് തുറക്കുമ്പോൾ തന്നെ ഒരു മണം ഉണ്ടല്ലോ. എനിക്കാണ് ആ മണമാണ് നമുക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം അല്ലേ. പ്രത്യേകിച്ച് മുട്ടയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ തുറക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്മെല്ലുണ്ടാവില്ലേ. അപ്പൊ ഇത് തുറക്കട്ടെ കേട്ടോ. ശരിക്കും ഇതേപോലെ ഇങ്ങനെ ഫോയിൽ പേപ്പറും കൂടി വെച്ചിട്ട് പൊതിയാണെങ്കിലേ അത് ശരിക്കും നന്നായിട്ട് നല്ല സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. തുറക്കുമ്പോൾ തന്നെ നമ്മുടെ നല്ല വാഴല വാട്ടിയിട്ട് തന്നെ നല്ലൊരു മണമാക്കി വരുന്നുണ്ട്. ഇത് ഈ അലുമിനിയം ഫോയിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അലുമിനിയം ഫോയിലാണ് ഞാൻ പൊതിഞ്ഞ് വെച്ചേക്കണേന്ന്. അലുമിനിയം ഫോയിലല്ല കേട്ടോ നമ്മൾ പൊതിഞ്ഞ് വെച്ചേക്കണത്, നമ്മൾ വാഴലയിലാണ് പൊതിഞ്ഞ് വെച്ചേക്കുന്നത്. ഈ അതുണ്ടല്ലോ ഒരു സാധനം വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയി. ഇല പൊതിഞ്ഞ് കെട്ടി കഴിഞ്ഞപ്പോഴാണ് പിന്നീടാണ് ഓർത്തത്. നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ വെളുത്തുള്ളി അച്ചാറ്, അത് പക്ഷെ നമ്മൾ ഇതിനകത്ത് വെച്ചില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല കറികളുണ്ടല്ലോ. പക്ഷെ ആ അച്ചാറ് നല്ല ടേസ്റ്റുള്ള അച്ചാറായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ട്. അപ്പം ഇങ്ങനെ ഓരോ കറികളും കുറേശ്ശെ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ അങ്ങനെ മിക്സ് ചെയ്തിട്ടായിട്ട് കഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമ്മുടെ മുട്ട പൊരിച്ച് കൂടിയിട്ട് എടുക്കട്ടെ കേട്ടോ. ഇതിനകത്ത് നമ്മളിങ്ങനെ അലുമിനിയം ഫോയിലും കൂടിയിട്ട് പൊതിഞ്ഞ് വെച്ചാലേ, അല്ലെങ്കിൽ സാധാരണ ഇവിടെ ഞാൻ ചോറൊക്കെ ഇപ്പം നമ്മൾ വാഴയില് തന്നെ അങ്ങനെ എപ്പോഴും വയ്ക്കാറൊന്നുമില്ല. വെള്ളക്കോളെങ്കിലും വാഴയിൽ കെട്ടാറുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ചോറ് നമ്മൾ പ്ലേറ്റിലേക്ക് വരുന്നാലും ഇപ്പോൾ എടുത്ത് വെച്ചിട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറില്ല ഇപ്പോഴും ചൂടാറിപ്പോയിന്ന്. പക്ഷെ ഇതിന് ചെറുതായിട്ട് ചൂടുണ്ട് കേട്ടോ. കാരണം ഇത് അലുമിനിയം ഫോയിലിൻ്റെ ഉള്ളിലുള്ള ഇരിക്കലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി മുട്ടയും കൂട്ടിയിട്ടൊന്ന് കഴിച്ചോട്ടെ. എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവർക്കും കഴിച്ചേട്ടെ. മുട്ടയുടെ പീസ് കുറച്ച് വലിയ പീസിന് കിട്ടിയത്. ഇത് നമ്മുടെ മത്തി എടുക്കട്ടെ കേട്ടോ. അത് നല്ല ടേസ്റ്റുള്ള മത്തിയാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറില്ല, ഇവിടെ നമുക്ക് എപ്പോഴും നല്ല നെയ്യുള്ള മത്തിയാണ് കിട്ടാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അതിന് ഓയിലിട്ടിട്ട് മുക്കി പൊരിച്ചെടുത്തിട്ട് ഞാൻ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമ്മളിങ്ങനെ പൊളിച്ചിട്ട് എടുക്കില്ല, അങ്ങനെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് എല്ലാവർക്കും എനിക്ക് വേണം ഈ മുട്ടയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുട്ടയുടെ ഈ വാഴലയിൽ ഇങ്ങനെ വെച്ചിട്ടേ ആ വാഴലയുടെ മണം കുളിക്കാൻ വരുമ്പോൾ മുട്ടയ്ക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. ഈ ശരിക്കും പൊതിച്ചോറിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം എനിക്ക് മുട്ടയാണ്. ഇവിടെ നിങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, ആർക്കെങ്കിലൊക്കെ അങ്ങനെ ഇഷ്ടമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ മത്തി കൂടിയിട്ടൊന്ന് കഴിച്ചോട്ടെ. എല്ലാ കറികളും നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ബീറ്റ്റൂട്ട്, പിന്നെ നമ്മൾ മെഴുക്കുവരട്ടി എടുത്തില്ല. പിന്നെ എന്തായാലും നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള സാധനമല്ലോ നമ്മുടെ മുളക്. ഞാൻ വീട്ടിൽ കഴിച്ചോട്ടെ. അപ്പം മുളകല്ല കൊണ്ടാട്ടെങ്കിൽ പെട്ടെന്ന് പേര് ഓർമ്മ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പൊതിച്ചോറിൻ്റെ കാര്യം ഞാൻ നിങ്ങളുടെ മലയാളികളുടെ അടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും പൊതിച്ചോറ് കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണല്ലോ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ എല്ലാ കറികളും നല്ല കറികളാണ്. നമുക്ക് പൊതിച്ചോറിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റിയ കറികളാണ്. ഇങ്ങനത്തെ നമ്മുടെ പൈനാപ്പിൾ കറി ആയിരുന്നാലും ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ വാഴലയിൽ വയ്ക്കുമ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്ക് നല്ലതായിരിക്കില്ല. അപ്പോൾ ഈ കറി ആയിരുന്നാലും നല്ല പൈനാപ്പിളായിട്ടാണ്, നല്ല മധുരമുള്ള പൈനാപ്പിളാണ്. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയണമെന്നില്ല. ഞാനിതിവിടെ പുറത്തൊന്നും നിന്നിട്ടാണ് വീഡിയോ പിടിച്ചത്. പിന്നെ എൻ്റെ ലെൻസിൻ്റെ ഒരു കുഴപ്പമുണ്ടെന്നില്ല. എൻ്റെ ലെൻസ് ആകെ കൂടി സൂം ചെയ്തിട്ട് മാത്രമേ ആ ലെൻസ് വർക്ക് ചെയ്യണുള്ളൂ. ഞാൻ വേറെ ലെൻസ് വാങ്ങിച്ചിട്ടില്ല. അല്ലെങ്കിൽ കുറച്ചുകൂടി എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ ഞാൻ ക്യാമറ ഇങ്ങനെ പല സ്ഥലത്തും കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കി. അപ്പോൾ എനിക്ക് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല.
പിന്നെ അവസാനം ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ എനിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ എനിക്ക് ഇവിടെ അത് കുറച്ചും കൂടി എനിക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ ക്യാമറ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തതുകൊണ്ടേ അങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് വേറൊരു ലെൻസ് ഉണ്ട്, അതിന് ഞാനിപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയപ്പോൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പുറത്തേക്ക് വന്നു കഴിയുമ്പോഴേ ഇതായിരുന്നു വേറെ ലെൻസ്. ഇത് പുറത്തേക്ക് വന്നിട്ട് പിടിക്കുമ്പോൾ ഇതുമ്മ കുറച്ചിങ്ങനെ സ്ക്രാച്ച് വീണിട്ടുണ്ട്. ഇത് കുറേ പഴക്കമുള്ള ലെൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അത് ഒട്ടും ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സൂം ലെൻസ് ഉണ്ട്, ആ ലെൻസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പിടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇത് ഞാനിവിടെ നിൽക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ബേസ്മെൻറ്റിലേക്ക് ഞങ്ങൾ സാധാരണ കയറുന്നത് അവിടെ ഫ്രണ്ടിലൊരു ഡോറുണ്ട്. അത് നേരെ നമ്മുടെ ഈ മുറ്റത്തുനിന്ന് നമ്മുടെ ഈ ഭൂമിയുടെ നേരെയാണ് അവിടേക്ക് നമ്മൾ കയറുമ്പോൾ, ആ സൈഡിൽ കയറുമ്പോൾ. പക്ഷേ ഈ ബേസ്മെൻറ്റിന് ഇപ്പം വേറൊരു എൻട്രൻസും കൂടിയിട്ടുണ്ട്. പക്ഷേ ആ സൈഡ് ഭയങ്കരമായിട്ട് താണട്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാമറ വെച്ചാൽ ഇപ്പുറത്താണ് ഇതിൻ്റെ ഡോറ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരണം. അതിന് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ കുറച്ചിങ്ങനെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഈ പഴയ വീടുകൾക്കൊക്കെ നമ്മളെ ഇങ്ങനെ സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഈ കുളിക്കാൻ വേണ്ടിയിട്ട് പോകണം കുളത്തിൻ്റെ അവിടേക്കുള്ള ഇങ്ങനെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഫീലാണ് ഇവിടെ വന്നിരിക്കുമ്പോൾ. നല്ല രസം ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കാണിക്കാം ഈ സ്ഥലം. അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പൊക്കുണ്ട്. അപ്പോൾ എനിക്ക് വെക്കാനും പറ്റും. പക്ഷെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒന്ന് പൊന്തണമായിരുന്നു. ഓക്കെ, പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ എന്തായാലും ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് നമുക്ക് തന്നെ ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. നമുക്ക് ഇനി സ്വസ്ഥമായിട്ട് ഇന്ന് കഴിക്കുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ളൂ നമുക്ക് ഇഷ്ടമല്ല. ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് നമുക്ക് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഇതിനകത്ത് നമുക്ക് ആ വെളുത്തുള്ളി അച്ചാറുണ്ടല്ലോ, അത് ശരിക്കും നല്ല സൂപ്പർ അച്ചാറാണ്. അതിനകത്ത് നമ്മൾ വാളംപുളിയും കൂടിയിട്ടാണ് ചേർക്കുന്നുണ്ടല്ലോ, ആ അച്ചാറിന് നല്ലൊരു കൊഴുപ്പുണ്ട്. എന്നാൽ നമുക്ക് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിൻ്റെ റെഡി ആക്കിയിട്ട് എടുക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഈസിയാണ് തന്നെ. ഇവിടെ നമുക്ക് എന്താ അച്ചാർ വേണമെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് വെളുത്തുള്ളി അച്ചാറിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ വയ്ക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. ഞാൻ ഇത് പൊതിഞ്ഞ് കറികളിടുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടോ? ചെറിയ കുമ്പളോ എന്തെങ്കിലും എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു. ചില സമയത്ത് ക്യാമറയുടെ ലൈറ്റിങ് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത് വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്തെങ്കിലും കറികൾ വെക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയിട്ടുണ്ടോ അത്. അവസാനം പൊതിഞ്ഞൊക്കെ കെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് സംഗതി മനസ്സിലായി ഒരു സാധനം ഞാൻ വെച്ചിട്ടില്ല എന്നുള്ളത്. പിന്നെ ഇത് അത്യാവശ്യം കറികൾ കുറേ ഉണ്ടായിരുന്നല്ലോ. നമ്മളിപ്പോൾ ഒരു 2-3 കൂട്ടം കറികളൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളെന്തായിരുന്നാലും നമ്മൾ ഓർത്ത് വെക്കും. എന്തായിരുന്നാലും ഇതിനെ പ്രാണിയൊന്നും കയറാണ്ട് ഞാൻ മൂടി അടുക്കളയിൽ കൊണ്ടുവന്ന് വെക്കട്ടെ. ഇനി ഞാൻ വൈകുന്നേരം ഇത് കഴിക്കാം. ഇതിനകത്തുനിന്ന് ഇപ്പോൾ മീനയ്ക്ക് ഞാൻ ഒരു പൊതിയ കെട്ടിയുള്ളൂ. എൻ്റെ അടുത്ത് വാഴ ഇരിക്കുന്നുണ്ട്. മീനയ്ക്ക് എന്തായാലും പൊതിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്, അവൾക്കും കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇന്ന് വൈകിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇത് കഴിക്കും. പിന്നെ ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പുറത്ത് ഇനിയിപ്പോൾ സമ്മറായിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തോട്ടത്തിലെ പണികൾ അതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ മഴ പെയ്യുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഇപ്പോൾ നല്ല വെയിലാട്ടോ ഇവിടെ. ശരിക്കും ഒരു 9 മണി ആയി കഴിഞ്ഞ് രാവിലെ ഞാൻ നടക്കാൻ വേണ്ടി പോയപ്പോൾ മഴ പെയ്തിട്ട് ഞാൻ വേഗം വണ്ടിയിലേക്ക് പോകുന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിലെത്തി 9 മണി ആയി കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ അത്രയ്ക്ക് വലിയ മഴ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 9 മണി ആയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇടി വെട്ടിയിട്ട് ഭയങ്കര മഴ. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ വെതർ നോക്കുമ്പോൾ കറക്റ്റ് അറിയാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണി തുടങ്ങിയിട്ട് നല്ല ചൂടും വരുന്നുണ്ട്, അത്യാവശ്യം നല്ല ചൂടും വരുന്നുണ്ട്. ടെമ്പറേച്ചർ നല്ല സണ്ണും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് 9 മണിക്ക് ആ മാതിരി കൂര ഇരുട്ടായിട്ട് ഇരുന്നിട്ട് മഴ പെയ്യാം വിചാരിച്ചത്. ഉച്ചയ്ക്ക് ഇത് എങ്ങനെ ഇനി വെതർ ഇങ്ങനെ മാറുന്നതെന്ന്. പക്ഷേ ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ ശരിക്കും നമുക്കിവിടെ വെതർ നമുക്ക് കറക്റ്റ് അങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ എൻ്റെ പറയാറില്ല, നമ്മളെപ്പോഴും ഇങ്ങനെ വെതർ നോക്കൂടെ. എല്ലാവരും എപ്പോഴും നോക്കണ ഒരു സാധനമാണ്. ഫോൺ എടുത്തിട്ട് എല്ലാവരും എല്ലാ ദിവസവും മറക്കാണ്ട് നോക്കുന്ന ഒരു സാധനമാണ് വെതർ. പക്ഷെ ഇപ്പോൾ ഉച്ചയ്ക്ക് 2 മണി ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇവിടെ 4:30-5 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കെട്ടി വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് ഒരു 1 മണി 1:30 ആയപ്പോൾ ഞാൻ കെട്ടി വെച്ചതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് നീനേനെ സ്കൂളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. നീന സ്കൂളിൽ ബാഡ്മിൻ്റൺ ഉണ്ട്. അപ്പോൾ അവളേനെ അവിടെ 2 സ്കൂളുണ്ട്. അപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് അവളേനെ കൊണ്ടുവന്നാക്കണം. ഇന്ന് കൊണ്ടുവന്നാക്കാൻ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവിടെ തന്നെ ബസ്സുണ്ട്. ചില ദിവസങ്ങൾ അവൾക്ക് ലേറ്റ് ക്ലാസ് ഉണ്ടാകുമ്പോൾ ഞാൻ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് പോകേണ്ടി വരും. അന്ന് ഞാൻ അവളേനെ സ്കൂളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു അപ്പോൾ എന്നിട്ട് ഭയങ്കര മഴയായിരുന്നു. ഇപ്പോൾ നല്ല വെയിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ഞങ്ങൾക്ക് ഇവിടെ പുറത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതേ കൂടിയിട്ട് കാണിക്കാം. പിന്നെ നമ്മുടെ കോഴീനെയും താറാവിനെയും ഒന്നും അയച്ചിട്ടിട്ടില്ല.
ഇനി ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഈ അടുക്കളയിൽ കുറച്ച് പണിയും കൂടി ഉണ്ട്, കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോഴിനെ താറാവിനെ കഴിച്ചിടും. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാം. നമ്മുടെ ചെറിയ ബ്ലോസത്തിൻ്റെ അതിൻ്റെ പൂവ് കുറേയൊക്കെ താഴെ വീണു, ഇനി കുറച്ചും കൂടി താഴെ വീഴാനുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ള വിശേഷം.